ലോക സമ്പദ്വ്യവസ്ഥയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% ആഗോള താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. എന്നാൽ പ്രസിഡന്റിന് നികുതി ചുമത്താനുള്ള അധികാരാവകാശത്തിന് ഭരണഘടനാപരമായ പരിധികളുണ്ടെന്ന സുപ്രീം കോടതി വിധി ട്രംപിന് തിരിച്ചടിയായിരിക്കുകയാണ്. കോടതി വിധിയെ നിയമലംഘനം എന്ന് വിശേഷിപ്പിച്ച് വൈസ് പ്രസിഡന്റ് രംഗത്തെത്തിയതോടെ അമേരിക്കയിൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള പോരാട്ടം മുറുകുകയാണ്. അമേരിക്കൻ വിപണിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനവുമായാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്ത് നികുതി ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രമുഖ അഭിഭാഷകൻ നീൽ കത്യാൽ ഉൾപ്പെടെയുള്ളവർ കോടതി വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ കോടതികൾ അരാജകത്വം സൃഷ്ടിക്കുകയാണെന്നാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആരോപിച്ചത്. അതേസമയം കോടതി തടഞ്ഞാലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. IEEPAയ്ക്ക് പകരം മറ്റ് നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് താരിഫ് നടപ്പിലാക്കുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. ഈ താരിഫ് ആയുധമാക്കി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. വ്യാപാര ബന്ധങ്ങളെ നയതന്ത്ര സമ്മർദ്ദത്തിന് ഉപയോഗിക്കാനാണ് ട്രംപിന്റെ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയറ്റുമതിയെ ഈ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ആഗോള വിപണി. അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഈ കടുത്ത സാമ്പത്തിക നടപടികൾ ലോക വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. നിയമ പോരാട്ടങ്ങൾക്കിടയിലും ട്രംപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അത് ആഗോളതലത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തന്നെ കാരണമായേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.